നമസ്കാരം. ഹൈറേഞ്ച് വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. കട്ടപ്പനയിലെ ഇരട്ടക്കൊലപാതകവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ കാഞ്ചിയാർ കക്കാട്ടുകടയിലെ വീട്ടിൽ നിന്ന് വിജയന്റെ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തി. മൃതദേഹം കുഴിച്ചിട്ടിരുന്നത് വീടിനുള്ളിൽ 5 അടിയിലേറെ ആഴത്തിൽ. കാർഡ്ബോർഡ് പെട്ടിക്കുള്ളിൽ ഒടിച്ചു മടക്കിയ നിലയിലായിരുന്നു മൃതദേഹം. കട്ടപ്പനയിലെ ഇരട്ടക്കൊലപാതകത്തിൽ നവജാത ശിശുവിനെ കൊലപ്പെടുത്തി കുഴിച്ചിട്ട കട്ടപ്പന സാഗര ജംഗ്ഷനിലെ വീട്ടിലെ തൊഴുത്തു പൊളിച്ച പോലീസ് തിരച്ചിൽ നടത്തി. നവജാത ശിശുവിന്റെ മൃതദേഹത്തിന്റേതെന്ന് സംശയിക്കുന്ന അവശിഷ്ടം ഫോറൻസിക് പരിശോധനയ്ക്കായി ശേഖരിച്ചു. റോഡ് നവീകരണത്തിനായി ഏലപ്പാറ ഹെലിബറിയയിൽ നടക്കുന്ന ജനകീയ സമരം 9 ദിവസം പിന്നിട്ടു. തിങ്കളാഴ്ച ഡെപ്യൂട്ടി കളക്ടറുടെ നേതൃത്വത്തിൽ പീരുമേട്ടിൽ വെച്ച് നടക്കുന്ന ചർച്ചയിൽ പരിഹാരമുണ്ടാകുമെന്ന വിശ്വാസത്തിൽ സമരസമിതിയും നാട്ടുകാരും. കലാലയ കൊലപാതക രാഷ്ട്രീയത്തിനെതിരെ BJP ഏലപ്പാറ മണ്ഡലം കമ്മിറ്റി ഏലപ്പാറയിൽ സംഘടിപ്പിച്ച ജനകീയ കൂട്ടായ്മ മുൻ MLA PC ജോർജ് ഉദ്ഘാടനം ചെയ്തു. അടുത്ത 2 വർഷത്തിനുള്ളിൽ കോൺഗ്രസുകാരെ മുഴുവൻ BJPക്കാർ ചുമക്കേണ്ടി വരുമെന്ന PC ജോർജ്. LDFും കോൺഗ്രസും ഒരേ നാണയത്തിന്റെ 2 വശങ്ങളല്ല, ഒരേ വശങ്ങളാണെന്നും വിമർശനം. വിശദമായ വാർത്തകളിലേക്ക്. കട്ടപ്പനയിലെ ഇരട്ടക്കൊലപാതകവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ കാഞ്ചിയാർ കക്കാട്ടുകടയിലെ വീട്ടിൽ നിന്ന് വിജയന്റെ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തി. വീടിനുള്ളിൽ 5 അടിയിലേറെ ആഴത്തിലാണ് മൃതദേഹം കുഴിച്ചിട്ടിരുന്നത്. കാർഡ്ബോർഡ് പെട്ടിക്കുള്ളിൽ ഒടിച്ചു മടക്കിയ നിലയിലായിരുന്നു മൃതദേഹം. അഴുകി അസ്ഥികൂടമായ നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. 5 അടി താഴ്ചയിൽ മണ്ണ് നീക്കിയപ്പോഴാണ് കുഴിയിൽ നിന്ന് വസ്ത്രം കണ്ടെത്തിയത്. ഏറെ താഴ്ചയിൽ കുഴിയെടുത്തിട്ട് മൃതദേഹം കണ്ടെത്താൻ കഴിയാതിരുന്നതിനാൽ നിതീഷിന്റെ മൊഴി തെറ്റാണോ എന്ന് പോലീസ് സംശയിച്ചിരുന്നു. വീണ്ടും മണ്ണ് മാറ്റിയപ്പോഴാണ് അവശിഷ്ടങ്ങൾ കണ്ടത്. വിജയന്റെ തലയ്ക്ക് ചുറ്റിക കൊണ്ട് അടിക്കുകയായിരുന്നു. അത് പ്രകാരം കാണിച്ചു തന്ന ബോഡി കുഴിച്ചിട്ട സ്ഥലം കാണിച്ചു തന്നു. റിക്കവർ ചെയ്തിട്ടുണ്ട്. ഓടിച്ചു മടക്കിയെന്നൊക്കെ അങ്ങനെയാണോ അതോ ആ ഒരു പൊസിഷനിലാണ് കിടന്നിട്ടുണ്ടായത്. കംപ്ലീറ്റ് ഭാഗങ്ങളുണ്ടോ അതൊക്കെ അഴുകിയ നിലയിലാണോ? എല്ലാം ഓൾമോസ്റ്റ് അഴുകിയ നിലയിലാണ്. രാവിലെ 11 മണിയോടെ ഇടുക്കി SP-യുടെ നേതൃത്വത്തിൽ കട്ടപ്പന പോലീസും ഫോറൻസിക് വിഭാഗവും ചേർന്നാണ് കക്കാട്ടുകടയിൽ പ്രതികൾ താമസിച്ചിരുന്ന വീടിന്റെ തറ പൊളിച്ചു മാറ്റി മൃതദേഹം പുറത്തെടുത്തത്. തുടർന്ന് കൊല്ലപ്പെട്ട വിജയന്റേതെന്ന് കരുതുന്ന മൃതദേഹ അവശിഷ്ടങ്ങൾ ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം പോസ്റ്റ്മോർട്ടത്തിനായി കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. വിജയനെ തലക്കടിച്ച് കൊലപ്പെടുത്തുവാൻ ഉപയോഗിച്ച ചുറ്റിക മുറിക്കുള്ളിൽ നിന്നും കണ്ടെത്തിയിരുന്നു. കട്ടപ്പനയിലെ വർക്ക്ഷോപ്പിൽ നിന്നും ഇരുമ്പ് സാമഗ്രികൾ മോഷ്ടിക്കുന്നതിനിടെ പ്രതികൾ പിടിയിലായതാണ് കൊലപാതക കേസിന് വഴിത്തിരിവായത്. ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ വീണ് പരിക്കേറ്റ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുള്ള വിഷ്ണു ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ്. ഈ കേസിലെ തുടരന്വേഷണത്തിന്റെ ഭാഗമായി വിഷ്ണു വാടകയ്ക്ക് താമസിക്കുന്ന കക്കാട്ടുകടയിലെ വീട്ടിലെത്തിയ പോലീസ് ഉദ്യോഗസ്ഥർക്ക് തോന്നിയ സംശയമാണ് ഇരട്ട കൊലപാതകത്തിലേക്ക് വഴി തുറന്നത്. വിജയന്റെ മരണം കൊലപാതകമാണെന്ന് സ്ഥിരീകരിച്ചതോടെ ഭാര്യയെയും മകനെയും കൂടി കേസിൽ പ്രതി ചേർത്തിട്ടുണ്ട്. നവജാത ശിശുവിനെ കൊലപ്പെടുത്തിയ കേസിൽ നിതീഷ്, വിജയൻ, വിഷ്ണു എന്നിവരാണ് പ്രതികൾ. കട്ടപ്പനയിലെ ഷെൽട്ടർ ഹോമിലുള്ള വിജയന്റെ ഭാര്യ സുമയെ പോലീസ് ഉടനെ കസ്റ്റഡിയിലെടുക്കുവാനും സാധ്യതയുണ്ട്. കാഞ്ചിയാർ ഗ്രാമത്തെ നടുക്കിയ കൊലപാതകത്തിൽ പകച്ചു നിൽക്കുകയാണ് പ്രദേശവാസികൾ. ദൃശ്യം സിനിമയിൽ മാത്രമാണ് ഇത്തരം സംഭവം കണ്ടിട്ടുള്ളതെന്നും നാളിതുവരെ ഇവിടെ താമസിച്ചവരെ കണ്ടിട്ടില്ലെന്നുമാണ് പരിസരവാസികൾ പലരും പറയുന്നത്. നാട്ടുകാരുടെ പ്രതികരണങ്ങളിലേക്ക്. ഞങ്ങളെ കൊണ്ട് പോയി ഞങ്ങൾ പരാതി കൊടുത്തായിരുന്നു. വീണെ കാണാനില്ല. അന്ന് പറഞ്ഞപ്പോൾ അവർ അന്വേഷിക്കാമെന്ന് പറഞ്ഞു. അന്നത്തെ അതിൻ്റെ കോപ്പിൻ്റെ പേയ്മെൻറ്റ് ഞങ്ങളുടെ ഇരിപ്പുണ്ട്. എൻ്റെ അന്ന് അന്വേഷിക്കാൻ പോലീസ് സ്റ്റേഷൻ കൊടുത്തതിൻ്റെ ഓർപ്പൊക്കെ ഇരിപ്പുണ്ട്. കഴിഞ്ഞ ദിവസം ഇങ്ങനെ കാണാനില്ലെന്ന് പറഞ്ഞപ്പോഴത്തേനും ഇങ്ങനെ ഈ മോശമൊക്കെ ഇത് പിടിച്ചോണ്ടാണ് ഇപ്പോൾ ഇതെല്ലാം പുറത്തായത്. ഇവർ നാട്ടിൻ പുറത്താണെന്നാണ് ഇവർ നേരത്തെ പറഞ്ഞിരുന്നത്. ചെറുക്കന്നാൻ്റെ എറണാകുളത്താണ് ജോലിയാണ്, പെണ്ണിന് കൊല്ലത്തങ്ങാട്ട് ജോലിയെന്നൊക്കെ നമ്മളോട് ചോദിക്കുമ്പോൾ നേരത്തെ പറഞ്ഞിരുന്നു. 1.5 വർഷം മുമ്പാണ് വിജയനെ കണ്ടത്. പിന്നെ നമ്മളെപ്പറ്റി നമ്മൾ പിന്നെ അന്വേഷിക്കുന്ന ആളുണ്ടോ ഇല്ലെന്ന് അറിയണം പറഞ്ഞ് നമ്മളിങ്ങനെ നമ്മൾ അന്വേഷിച്ചിരിക്കും. പക്ഷേ ഇവരിങ്ങനെ ആരും പുറത്തിറങ്ങുന്ന സ്വഭാവമില്ല. ഈ വെള്ളക്കുളങ്ങാൻ്റെ വീടായ പോലെ വരും. തെളിവെടുപ്പിന് വരുമ്പോഴാണ് ഏറ്റവും ആദ്യമായിട്ട് ഈ പ്രതികളെന്ന് പറയുന്ന ആളുകളെ ഇവിടെ വെച്ച് കാണുന്നത്. 6-7 മാസമായിട്ട് ഇവിടെ വാടകയ്ക്ക് വന്നെന്ന് പറയുന്നു. പക്ഷേ മറ്റാളുകളുമായിട്ട് യാതൊരുവിധ ബന്ധങ്ങളും ഇവർക്കില്ല. ഇവിടെ എപ്പോഴും അടഞ്ഞു കിടക്കുന്ന രീതിയിലാണ്, ഫ്രണ്ടിൽ നോക്കി എപ്പോഴും അടഞ്ഞു കിടക്കുന്ന രീതിയിലാണ് കണ്ടിരിക്കുന്നത്. അപ്പോൾ അടുത്ത കാലത്തായിട്ട് ഇവർ സാധനങ്ങൾ മേടിക്കാനായിട്ട് ഇതിൽ 1-2 ആളുകൾ വൈകുന്നേരം, ഇവർ പകലാൾ പുറത്തേക്ക് ഇറങ്ങത്തേയില്ല. വൈകുന്നേരം ഒരു 7-8 മണിയൊക്കെ ആകുമ്പോഴാണ് ഇവർ സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ടൊക്കെ പുറത്തേക്ക് പോകുന്നത്. അപ്പോൾ അടുത്തുള്ള ആളുകൾ ഇവരുമായിട്ട് സംസാരിക്കാൻ ശ്രമിക്കുകയും പരിചയപ്പെടാൻ ശ്രമിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ അന്നേരം ഇവർ ഫോണൊക്കെ എടുത്ത് വിളിച്ചുകൊണ്ട് താഴേക്ക് നോക്കി പോവുകയാണ് ചെയ്തത്.
കണ്ടിട്ടുണ്ട്. തന്നെയാണ് ആ, 2 പയ്യന്മാർ. സ്ത്രീകളെ കണ്ടിട്ടേ ഇവർ വന്നതിന് ശേഷം ഞങ്ങൾ ആരെയും പുറത്തേക്ക് കണ്ടിട്ടില്ല. ഈ 2 പുരുഷന്മാരെ മാത്രമേ കാണാറുള്ളൂ അല്ലേ? അവരെ ഞങ്ങൾ പുറത്ത് കണ്ടിട്ടില്ല. ഞങ്ങൾ ജോലിക്ക് പകല് പോകുന്നവരാ. ഞങ്ങൾ കാണുന്നില്ല, അങ്ങനെ കാണാറില്ല. താമസം ഉണ്ടെന്നുള്ളത് ലൈറ്റുമായിട്ടൊക്കെ രാത്രി കാണുമ്പോൾ താമസം ഉണ്ടെന്നില്ല. ഇങ്ങനെ ആൾക്കാരുണ്ടെന്ന് ഇപ്പോൾ ഇത് വാർത്തയിൽ കാണുമ്പോഴാണ് നമ്മൾ അറിയുന്നത്. ഇവരിങ്ങനെ വാടകയ്ക്ക് എടുത്തതായിട്ട് വീട് ഒന്നും അറിയത്തില്ല. 9 മാസം ആയുള്ളെന്ന് ഇപ്പൊ തന്നെ അറിയുന്നേ. ഈ ഞായറാഴ്ച ദിവസങ്ങളിൽ പോലും പുറത്തോട്ട് കാണാറില്ല. കട്ടപ്പനയിലെ ഇരട്ട കൊലപാതകത്തിൽ നവജാത ശിശുവിനെ കൊലപ്പെടുത്തി കുഴിച്ചിട്ട കട്ടപ്പന സാഗര ജംഗ്ഷനിലെ വീട്ടിലെ തൊഴുത്തു പൊളിച്ച് പോലീസ് തിരച്ചിൽ നടത്തി. നവജാത ശിശുവിന്റെ മൃതദേഹത്തിന്റേതെന്ന് സംശയിക്കുന്ന അവശിഷ്ടം ഫോറൻസിക് പരിശോധനയ്ക്കായി ശേഖരിച്ചു. തിങ്കളാഴ്ച വീണ്ടും ഇവിടെ പരിശോധന തുടരും. സാഗര ജംഗ്ഷനിൽ കൊല്ലപ്പെട്ട വിജയനും കുടുംബവും മുൻപ് താമസിച്ചിരുന്ന വീടിനോട് ചേർന്നുള്ള പശുത്തൊഴുത്ത് കുഴിച്ചാണ് പരിശോധന നടന്നത്. വിജയന്റെ മകൾക്ക് ജനിച്ച കുഞ്ഞിനെ കൊലപ്പെടുത്തി തൊഴുത്തിൽ കുഴിച്ചുമൂടിയെന്നാണ് പ്രതി നിതീഷ് പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്. ഇതുപ്രകാരം 1.5 മണിക്കൂറോളം നേരം ഇവിടെ പരിശോധന നടത്തിയെങ്കിലും അവശിഷ്ടങ്ങളൊന്നും കണ്ടെത്തിയില്ലെന്ന് ജില്ലാ പോലീസ് മേധാവി TK വിഷ്ണുപ്രദീപ് പറഞ്ഞു. എന്തെങ്കിലും ഇതുണ്ടോ? ഇവര് പറഞ്ഞ സ്ഥലം തമ്മിൽ മാറുന്നോ അങ്ങനെയല്ലോ ഉണ്ടോ? അതോ നമ്മൾ വെരിഫൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് നാളെ വീണ്ടും സെർച്ച് കണ്ടിട്ടുണ്ട്. മറ്റു പ്രതികളുടെ അറസ്റ്റിലേക്ക് നമ്മൾ കടക്കും. ഒരുപാട് കാര്യങ്ങൾ അന്വേഷിക്കാനുണ്ട്, വെരിഫൈ ചെയ്യാനുണ്ട്. വെരിഫിക്കേഷൻ ശേഷം കൃത്യമായിട്ട് നടപടി സ്വീകരിക്കണം. നാളെ തൊട്ട് നിതീഷ് നൽകിയ മൊഴിയിൽ വൈരുദ്ധ്യമുണ്ടെന്നാണ് സൂചന. ജഡം മറവു ചെയ്തെന്ന് കരുതുന്ന സ്ഥലത്തു നിന്നുള്ള മണ്ണ് ഫോറൻസിക് സംഘം ശേഖരിച്ചിട്ടുണ്ട്. പ്രതിയെ കൂടുതൽ ചോദ്യം ചെയ്തതിനു ശേഷം തിങ്കളാഴ്ചയും തിരച്ചിൽ തുടരും. 2016 ജനിച്ച് 4 ദിവസം പ്രായമുള്ള കുഞ്ഞിനെ കൊല്ലപ്പെട്ട വിജയനും നിതീഷും ചേർന്ന് കൊലപ്പെടുത്തിയത്. റോഡ് നവീകരണത്തിനായി ഏലപ്പാറ ഹെലിബറിയയിൽ നടക്കുന്ന ജനകീയ സമരം 9ാം ദിവസം പിന്നിട്ടു. തിങ്കളാഴ്ച ഡെപ്യൂട്ടി കളക്ടറുടെ നേതൃത്വത്തിൽ പീരുമേട്ടിൽ വെച്ച് നടക്കുന്ന ചർച്ചയിൽ പരിഹാരമുണ്ടാകുമെന്ന വിശ്വാസത്തിലാണ് സമരസമിതിയും നാട്ടുകാരും. റോഡ് നിർമ്മാണത്തിന് നിലവിലുള്ള നിരോധനം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടാണ് സമരം നടക്കുന്നത്. വർഷങ്ങളുടെ പഴക്കമുണ്ട് ഏലപ്പാറ ഹെലിബറിയ ശാന്തിപ്പാലം മ്ലാമല റോഡിന്. 4 പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന റോഡ് തേക്കടിയിൽ നിന്നും വാഗമൺ വിനോദസഞ്ചാര കേന്ദ്രത്തിലേക്കുള്ള ഏറ്റവും ദൂരം കുറഞ്ഞ പാതയാണ്. 5 കിലോമീറ്റർ ദൂരം റോഡ് കടന്നു പോകുന്നത് ഹെലിബറിയ എസ്റ്റേറ്റിലൂടെയാണ്. മാനേജ്മെന്റ് സ്ഥലം വിട്ടു നൽകാത്തതിനാൽ സർക്കാർ ഫണ്ടുകൾ അനുവദിച്ചിരുന്നില്ല. റോഡിന് വീതി കൂട്ടാൻ സ്ഥലം വിട്ടു നൽകണമെന്നാവശ്യപ്പെട്ട് 2023 നാട്ടുകാർ 23 ദിവസം നിരാഹാര സമരം നടത്തിയിട്ടുണ്ട്. ഇതിനുശേഷം തോട്ടം ഉടമകൾ റോഡ് നവീകരണത്തിന് സമ്മതവും നൽകി. തുടർന്ന് ഡീൻ കുര്യാക്കോസ് MP 2023-24 PMGSY പദ്ധതിയിൽ 7.5 കോടി രൂപ അനുവദിച്ച റോഡ് നിർമ്മാണം തുടങ്ങി. 2.5 കിലോമീറ്ററോളം ദൂരം ടാറിംഗ് നടത്തുകയും മറ്റിടങ്ങളിലെ കലുങ്കുപണിയും മറ്റും പുരോഗമിക്കുന്നതിനിടെ വീതി കൂട്ടലിൽ വ്യവസ്ഥ ലംഘിച്ചുവെന്ന് കാട്ടി മാനേജ്മെന്റ് നൽകിയ പരാതിയിൽ ചീഫ് എഞ്ചിനീയർ റോഡ് നിർമ്മാണം തടയുകയായിരുന്നു. തുടർന്ന് സ്റ്റോപ്പ് മെമ്മോ പിൻവലിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും പരാജയപ്പെട്ടതോടെ നാട്ടുകാർ വീണ്ടും നിരാഹാര സത്യാഗ്രഹം തുടങ്ങി. സമരം നിലവിൽ 9 ദിവസം പിന്നിട്ടു. തിങ്കളാഴ്ച പീരുമേട്ടിൽ വെച്ച് സബ് കളക്ടർ നടത്തുന്ന മധ്യസ്ഥ ശ്രമം വിജയം കാണുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാരും സമരസമിതിയും. ഞങ്ങളെ സംബന്ധിച്ചോളം ഇന്ന് 9 നാളെ 10 ദിവസം നിരാഹാരം. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇതിൽ ഇടപെടേണ്ട ജനപ്രതികളോ മറ്റധികാരികളോ ഇതുവരെ ഇടപെട്ടില്ല. അകപ്പാടെയുള്ളൊരു മുന്നോട്ടുള്ള പോക്കെന്ന് പറഞ്ഞാൽ ഈ ഡെപ്യൂട്ടി കളക്ടർ ചെയ്ത ചർച്ച മാത്രമാണ്. ഈ രീതിയിൽ നമുക്ക് മുൻപോട്ട് പോകാൻ സാധിക്കില്ല. നാളെ ഒരു തീരുമാനം ഉണ്ടായില്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് സമരത്തിൻ്റെ ഒരു വേറൊരു മുഖത്തിലേക്കാണ് പോകുന്നത്. നിരാഹാര സമരത്തെക്കുറിച്ച് പിന്നെ ആലോചിക്കേണ്ടി വരും. പിന്നുണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് ഈ ജില്ലയുടെ ലോ ആൻഡ് ഓർഡർ വിഷയം കൈകാര്യം ചെയ്യുന്ന കലക്ടർ ഉൾപ്പെടെ ഉള്ളവർ അതിൻ്റെ ഉത്തരവാദികളായിരിക്കും. കാരണം ഇത്രയും പാവപ്പെട്ട ജനങ്ങൾ ഈ ഒരു വെയിലത്ത് നിരാഹാര സമരം 9 ദിവസമായിട്ട് കിടന്നിട്ടും ഇതിനൊരു പരിഹാരം ഉണ്ടാകാതെ വന്നത് ഞങ്ങൾക്ക് ഇനിയും ഈ രീതിയിൽ മുമ്പോട്ട് പോകാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് നാളത്തെ ചർച്ചയിൽ ഞങ്ങൾക്ക് പ്രതീക്ഷയാണ്. ആ ചർച്ചയിൽ പ്രശ്നം തീരുമെന്നുള്ള പ്രതീക്ഷ ഞങ്ങൾ ഇരിക്കുന്നു. തീരാതെ എന്തെങ്കിലും വന്നെങ്കിൽ പിന്നീട് എന്ത് വിഷയം ഉണ്ടായാലും അതിന് ഉത്തരവാദികൾ ഈ ബന്ധപ്പെട്ട ജനപ്രതികളും ലോ ആൻഡ് ഓർഡർ വിഷയം കൈകാര്യം ചെയ്യുന്ന ജില്ലാ കളക്ടറുമായിരിക്കും. ദിവസങ്ങൾ കഴിയുന്തോറും സമരത്തിന് ജനപിന്തുണയേറി വരികയാണ്. ഗതാഗത യോഗ്യമായ റോഡെന്ന ആവശ്യത്തിൽ ഉറച്ചാണ് നാട്ടുകാർ മുൻപോട്ടു പോകുന്നത്. തിങ്കളാഴ്ച നടക്കുന്ന ചർച്ചയിൽ പരിഹാരമുണ്ടായില്ലെങ്കിൽ സമരത്തിന്റെ ഗതി മാറ്റി കൂടുതൽ ശക്തമാക്കുവാനാണ് സമരസമിതിയുടെ തീരുമാനം. അടുത്ത 2 വർഷത്തിനുള്ളിൽ കോൺഗ്രസുകാരെ മുഴുവൻ BJP-ക്കാർ ചുമക്കേണ്ടി വരുമെന്ന മുൻ MLA PC ജോർജ്. കലാലയ കൊലപാതക രാഷ്ട്രീയത്തിനെതിരെ BJP ഏലപ്പാറ മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച ജനകീയ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. LDF-ഉം കോൺഗ്രസും ഒരേ നാണയത്തിന്റെ 2 വശങ്ങളല്ല, ഒരേ വശങ്ങളാണെന്നും PC ജോർജ് പറഞ്ഞു. മുൻ MLA PC ജോർജ് പരിപാടി ഉദ്ഘാടനം ചെയ്തു.
രാജ്യത്ത് ഒരു തെരഞ്ഞെടുപ്പെന്ന ആശയം നടപ്പിലാക്കിയാൽ 2029 വീണ്ടും തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ആ തെരഞ്ഞെടുപ്പിൽ കേരള സംസ്ഥാനം BJPക്ക് ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള അവസരമുണ്ടാകുമെന്ന് PC ജോർജ് പറഞ്ഞു. അടുത്ത 2 വർഷത്തിനുള്ളിൽ കോൺഗ്രസുകാരെ മുഴുവൻ BJPക്കാർ ചുമക്കേണ്ടി വരും. LDFും കോൺഗ്രസും ഒരേ നാണയത്തിന്റെ 2 വശങ്ങളല്ല, ഒരേ വശങ്ങളാണെന്നും PC ജോർജ് വിമർശിച്ചു. അതിനപ്പുറത്തേക്ക് നമ്മൾ വോട്ടുകളുണ്ടെന്ന് തെളിയിക്കപ്പെടുന്ന സാഹചര്യം നമുക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ BJP ആയിരിക്കും ഏറ്റവും ശക്തമായി പാർട്ടി എന്ന് നമുക്ക് തെളിയിക്കാൻ കഴിയും. ഞാൻ ഈ പേരപ്പാർ നിന്നുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ ഓർത്തോളൂ, അടുത്ത ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ നമ്മൾ അക്കൗണ്ട് തുറക്കും. 5 സീറ്റിലെങ്കിലും നമുക്ക് വിജയമുണ്ടാവും. അതുകൊണ്ട് നിൽക്കില്ല. അടുത്ത 27 അസംബ്ലി തെരഞ്ഞെടുപ്പിൽ എഴുതിയിട്ടോളൂ, നിങ്ങൾ കേരളത്തിലെ ഏറ്റവും വലിയ പാർട്ടിയായി ഭാരതീയ ജനതാ പാർട്ടി മാറിയിരിക്കും, ഒരു സംശയവുമില്ല. അടുത്ത 2029 ഇന്ത്യൻ പ്രധാനമന്ത്രി പറഞ്ഞതനുസരിച്ചാണെങ്കിൽ കേന്ദ്ര സംസ്ഥാന അസംബ്ലി ജില്ലാ പഞ്ചായത്ത് ഉൾപ്പെടെ തെരഞ്ഞെടുപ്പുകൾ ഒരുമിച്ച് നടത്താൻ തീരുമാനിച്ചാൽ 2029 വീണ്ടും തെരഞ്ഞെടുപ്പ് വരും. ആ തെരഞ്ഞെടുപ്പിൽ കേരള സംസ്ഥാനം BJP ഒറ്റയ്ക്ക് ഭരിക്കുന്നത് കാണാനുള്ള അവസരം കേരളത്തിലെ ജനങ്ങൾക്കുണ്ടാവും, സംശയമില്ല. കലാലയ കൊലപാതക രാഷ്ട്രീയത്തിനെതിരെയാണ് BJP ഏലപ്പാറ മണ്ഡലം കമ്മിറ്റി ഏലപ്പാറയിൽ വെച്ച ജനകീയ കൂട്ടായ്മ സംഘടിപ്പിച്ചത്. ഏലപ്പാറ മണ്ഡലം പ്രസിഡന്റ് സന്തോഷ് കൃഷ്ണൻ അധ്യക്ഷനായിരുന്നു. മണ്ഡലം ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സ്റ്റീഫൻ ഐസക്, BJP ജില്ലാ പ്രസിഡന്റ് ഇൻചാർജ് C സന്തോഷ് കുമാർ, OBC മോർച്ച സംസ്ഥാന കമ്മിറ്റി അംഗം ഷാജി നെല്ലിപ്പറമ്പിൽ തുടങ്ങിയ നിരവധി നേതാക്കൾ പരിപാടിയിൽ പങ്കെടുത്തു. നെടുങ്കണ്ടത്ത് തോട്ടപ്പൊട്ടിയുണ്ടായ സ്ഫോടനത്തിൽ ഒരാൾ മരിച്ചു. ഒരാൾക്ക് ഗുരുതര പരിക്കേറ്റു. കമ്പമെട്ട് സ്വദേശി രാജനാണ് മരിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ അണക്കര സ്വദേശി ജെയ്മോൻ കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. കാമാക്ഷി വിലാസം കോണ്ടിനെന്റൽ എസ്റ്റേറ്റിൽ കഴിഞ്ഞ ദിവസം വൈകിട്ട് 7 മണിയോടുകൂടിയാണ് സംഭവം നടന്നത്. കുഴൽക്കിണർ ജോലിക്കായി എത്തിയതായിരുന്നു രാജേന്ദ്രനും ജെയ്മോനും. വെള്ളം കുറവായതിനെ തുടർന്ന് തോട്ട കുഴൽക്കിണറ്റിലേക്ക് പൊട്ടിച്ചിടുവാൻ ശ്രമിക്കുന്നതിനിടയിലാണ് അപകടമുണ്ടായത്. രാജേന്ദ്രന്റെ കൈകൾ അറ്റുപോയിരുന്നു. കാലിനും ഗുരുതര പരിക്കേറ്റു. പരിക്കേറ്റ ഇരുവരെയും കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുന്നതിനിടയിലായിരുന്നു രാജേന്ദ്രൻ മരിച്ചത്. സംഭവത്തെക്കുറിച്ച് നെടുങ്കണ്ടം പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസിന് അഭിവാദ്യമർപ്പിച്ച കട്ടപ്പനയിൽ പ്രവർത്തകർ പ്രകടനം നടത്തി. കോൺഗ്രസ്, മഹിളാ കോൺഗ്രസ്, യൂത്ത് കോൺഗ്രസ്, KSU പ്രവർത്തകരുടെ നേതൃത്വത്തിലാണ് പ്രകടനം നടന്നത്. ഇടുക്കി മണ്ഡലത്തിലെ ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസിന് അഭിവാദ്യമർപ്പിച്ചാണ് പ്രവർത്തകർ പ്രകടനം നടത്തിയത്. കട്ടപ്പന രാജീവ് ഭവനിൽ നിന്നും ആരംഭിച്ച പ്രകടനം ടൗൺ ചുറ്റി സമാപിച്ചു. കോൺഗ്രസ്, വനിതാ കോൺഗ്രസ്, യൂത്ത് കോൺഗ്രസ്, KSU പ്രവർത്തകരടക്കം നിരവധി ആളുകൾ പ്രകടനത്തിൽ പങ്കെടുത്തു. KPCC സെക്രട്ടറി തോമസ് രാജൻ, കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് തോമസ് മൈക്കിൾ, മണ്ഡലം പ്രസിഡന്റ് സിച്ചു ചക്കുമൂട്ടിൽ, നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി, നേതാക്കളായ KJ ബെന്നി, ഫ്രാൻസിസ് ദേവസ്യ, നിതിൻ ലൂക്കോസ്, മിനി സാബു, ജോയി ആൻതോട്ടം, സിബി പാർപ്പായി, പ്രശാന്ത് രാജു, സജിമോൾ ഷാജി, സിന്ധു വിജയകുമാർ, ഷൈനി സണ്ണി, ലീലാമ്മ ബേബി, ജോസ് മുത്തനാട്ട തുടങ്ങിയവർ നേതൃത്വം നൽകി. കട്ടപ്പന സെന്റ് ജോൺസ് ആശുപത്രിയുടെയും കാർഡമം വാലി ലയൺസ് ക്ലബിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ കാമാക്ഷി പുഷ്പഗിരി കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. വിവിധ വിഭാഗങ്ങളിൽ നിന്നായി 12ഓളം ഡോക്ടർമാരുടെ സേവനം ക്യാമ്പിൽ ഒരുക്കിയിരുന്നു. കട്ടപ്പന സെന്റ് ജോൺസ് ആശുപത്രിയുടെയും കട്ടപ്പന കാർഡമം വാലി ലയൺസ് ക്ലബിന്റെയും സംയുക്താഭിമുഖ്യത്തിലാണ് പുഷ്പഗിരി പൗരസമിതിയുടെ സഹകരണത്തോടെ സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത്. ശിശുരോഗം, ശ്വാസകോശ വിഭാഗം, ത്വക്കുരോഗം, കിഡ്നി രോഗങ്ങൾ, അസ്ഥിരോഗം, PFT ടെസ്റ്റ്, ENT, സർജറി, മെമ്മറി ക്ലിനിക്, സൈക്യാട്രി, നേത്രരോഗങ്ങൾ, ഹൃദ്രോഗം തുടങ്ങിയ വിഭാഗങ്ങളിലെ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം ക്യാമ്പിൽ ഒരുക്കിയിരുന്നു. ക്യാമ്പിൽ നിന്നും തുടർ ചികിത്സകൾക്കായി സെന്റ് ജോൺസ് ആശുപത്രിയിലെത്തുന്ന രോഗികൾക്ക് അർഹമായ എല്ലാ ആനുകൂല്യങ്ങളും ആശുപത്രി നൽകുമെന്ന് ഡയറക്ടർ ബ്രദർ ബൈജു വാലുപറമ്പിൽ പറഞ്ഞു. സെന്റ് ജോൺസ് ഹോസ്പിറ്റലിലെ അതിവിദഗ്ധരായ പല ഡോക്ടർമാരുടെയും, നെഫ്രോളജിസ്റ്റിൻ്റെയും കാർഡിയോളജിസ്റ്റിൻ്റെയും അതുപോലെ തന്നെ പല ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ഡോക്ടർമാരുടെ നേതൃത്വത്തിലാണ് ഈ ക്യാമ്പ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ക്യാമ്പ് വന്ന് വിസിറ്റ് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് ധാരാളം ജനങ്ങളുടെ ഒരു പാർട്ടിസിപ്പേഷൻ ഇതിനകത്തുണ്ടായിട്ടുണ്ട്.
തീർച്ചയായിട്ടും ഈ മേഖലയിൽ ജനങ്ങൾ ഇങ്ങനെ ഒരു ക്യാമ്പിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുമായിരുന്നു എന്നുള്ളതാണ് ഇവിടെ വരുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. ഈ ക്യാമ്പിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ഇവിടെ നടത്തപ്പെടുന്ന ഈ ഇനിഷ്യൽ ടെസ്റ്റുകളും ഇനിഷ്യലായിട്ടുള്ള അസസ്മെൻറ്റുകളും എല്ലാം ഫ്രീ ആയിട്ടാണ് നടത്തുന്നത്. അതിനുശേഷം ഇനി ഫർദറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകൾ സെൻറ്റ് ജോൺസ് ഹോസ്പിറ്റലിൽ വന്ന് ചെയ്യുമ്പോൾ അതിന് അർഹമായിട്ടുള്ള എല്ലാ കൺസെഷൻസും ചെയ്യുന്നതായിരിക്കും. പൊതുസമൂഹത്തിന് ഗുണകരമായ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ എന്ന നിലയിൽ കട്ടപ്പന ലയൺസ് ക്ലബ്ബ് സർവീസ് മേഖലയ്ക്ക് മുൻതൂക്കം നൽകിക്കൊണ്ടാണ് പ്രവർത്തിക്കുന്നതെന്ന് കാർഡമം വാലി ലയൺസ് ക്ലബ്ബ് സെക്രട്ടറി PM ഫ്രാൻസിസ് വ്യക്തമാക്കി. ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ എന്ന നിലയിൽ ലയൺസ് ക്ലബ്ബുകൾ എപ്പോഴും സർവീസ് മേഖലയ്ക്ക് മുൻതൂക്കം കൊടുത്തുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് നടത്തി വരുന്നത്. ആരോഗ്യവും അതുപോലെ തന്നെ പാർപ്പിട സൗകര്യങ്ങളും പൊതുസമൂഹത്തിന് സജ്ജമാക്കുന്നതിൽ എക്കാലത്തും മുൻതൂക്കം കൊടുത്തിട്ടുള്ള ഒരു ഓർഗനൈസേഷനാണ് ലയൺസ് ക്ലബ്ബ്. അപ്പോൾ ആ ലയൺസ് ക്ലബ്ബ് കട്ടപ്പന സെൻറ്റ് ജോൺസ് ഹോസ്പിറ്റലുമായി ചേർന്നുകൊണ്ട് ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടുള്ള ക്യാമ്പ് ഈ സമൂഹത്തിനും പൊതുസമൂഹത്തിന് ഒത്തിരിയേറെ ആയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാർഡമം വാലി ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് സാബു നിലമ്പുഴ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സഹകരണ ബാങ്ക് പ്രസിഡന്റ് ജോയി വെട്ടിക്കുഴി ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. കാമാക്ഷി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റിച്ചി മുക്കാട്ട്, രഘുനാഥ് നെല്ലൻകുഴി, ST അഗസ്റ്റിൻ തുടങ്ങിയവർ സംസാരിച്ചു. നിരവധി ആളുകൾ ക്യാമ്പിൽ പങ്കെടുത്തു. ക്ഷീരകർഷകർക്ക് സഹായകരമായി ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി അനുവദിച്ച കാലിത്തീറ്റയുടെ വിതരണം മുരിക്കാശ്ശേരിയിൽ നടന്നു. മുരിക്കാശ്ശേരി ക്ഷീരസംഘത്തിൽ നടന്ന വാത്തിക്കുടി പഞ്ചായത്ത് തല കാലിത്തീറ്റ വിതരണോദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിബിച്ചൻ തോമസ് നിർവഹിച്ചു. പാലിന്റെ വിലക്കുറവ് മൂലവും കാലിത്തീറ്റയുടെ വില വർധനവ് കൊണ്ടും ദുരിതമനുഭവിക്കുന്ന ക്ഷീരകർഷകർക്ക് സഹായമെന്ന നിലയിലാണ് ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് കാലിത്തീറ്റ ധനസഹായ പദ്ധതി നടപ്പിലാക്കിയത്. 64 ലക്ഷം രൂപ നീക്കിവെച്ചുകൊണ്ടാണ് ഇടുക്കി ബ്ലോക്കിൽ ക്ഷീരകർഷകർക്ക് കാലിത്തീറ്റ വിതരണം ചെയ്യുന്നത്. വാത്തിക്കുടി പഞ്ചായത്ത് തലത്തിലുള്ള കാലിത്തീറ്റ വിതരണോദ്ഘാടനം ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിബിച്ചൻ തോമസ് നിർവഹിച്ചു. മുരിക്കാശ്ശേരി ക്ഷീരസംഘം അങ്കണത്തിൽ നടന്ന പരിപാടിയിൽ ക്ഷീരസംഘം പ്രസിഡന്റ് സണ്ണി തെങ്ങുംപള്ളി അധ്യക്ഷനായിരുന്നു. ജില്ലാ പഞ്ചായത്ത് അംഗം ഷൈനി സച്ചി മുഖ്യപ്രഭാഷണം നടത്തി. ഗ്രാമപഞ്ചായത്ത് അംഗം തോമസ് അരയത്തിനാൽ, ക്ഷീരസംഘം സെക്രട്ടറി ജോമി ടോമി, ഭരണസമിതി അംഗങ്ങൾ, ക്ഷീരകർഷകർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. വിജയന്റെ കൊലപാതകം അറിഞ്ഞ ഞെട്ടലിലാണ് കട്ടപ്പന സ്വാഗ്ര ജംഗ്ഷനിലെ നാട്ടുകാർ. സമൂഹത്തിൽ നല്ല നിലയിൽ ജീവിച്ചിരുന്ന നെല്ലിപ്പള്ളിയിൽ കുടുംബത്തിന്റെ ദുരവസ്ഥയിൽ പകച്ചിരിക്കുകയാണ് ഇവർ. കട്ടപ്പനയിലെ ചുമട്ടുതൊഴിലാളിയായിരുന്ന സ്വാഗര ജംഗ്ഷൻ നെല്ലിപ്പള്ളിയിൽ ഗോവിന്ദന്റെ 3 മക്കളിൽ ഏക മകനാണ് വിജയൻ. ഭാര്യ സുമയും 2 മക്കളുമായി പശു വളർത്തലും മറ്റുമായി ജീവിച്ചു വന്ന അത്യാവശ്യം സാമ്പത്തികവും ചുറ്റുപാടുമുള്ള കുടുംബത്തെപ്പറ്റി ഇവിടുത്തെ നാട്ടുകാർക്കും എതിരഭിപ്രായമുണ്ടായിരുന്നില്ല. പിതാവിന്റെ മരണശേഷം പുരയിടം ഘട്ടം ഘട്ടമായി പലപ്പോഴായി വിറ്റ വിജയൻ 2016 കാലഘട്ടത്തിലാണ് വീടുൾപ്പെടെ ഇവിടെ നിന്നും വിറ്റുപോയത്. ക്ഷീരകർഷകനായ വിജയനും കട്ടപ്പനയിൽ അപ്പമുണ്ടാക്കി വിൽക്കുന്ന കടയിൽ ജോലിക്ക് പോകുന്ന സുമയും മക്കളായ വിഷ്ണുവും വിദ്യയും അടങ്ങുന്നതായിരുന്നു കുടുംബം. അക്കാലത്ത് വാർഡ് കൗൺസിലറായിരുന്ന ജോയി ആനിത്തോട്ടം ഇവരെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെ: ഞാനിവിടെ ആദ്യം കൗൺസിലറായിട്ട് വന്ന വിജയനെ വളരെ ആത്മാർത്ഥമായിട്ട് എൻ്റെ കൂട്ടത്തിൽ സഹകരിച്ചു തന്നവരാണ് വിജയൻ. അതുകൊണ്ട് തന്നെ വിജയന് ഒരുമാതിരിപ്പെട്ട ഇവിടുത്തെ എല്ലാ വിഷയങ്ങളും പൊതുപ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊണ്ടിരുന്ന ആളായിരുന്നു. ഇവിടുത്തെ കുടിവെള്ള പദ്ധതിയിലെ ഒരു കമ്മിറ്റി അംഗമായിട്ടിരുന്നുകൊണ്ട് വളരെ സജീവമായിട്ട് ഇടപെടുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ അറിയുന്ന വിജയൻ നല്ലൊരു ക്ഷീരകർഷകനായിരുന്നു, നല്ലൊരു സമുദായ പ്രവർത്തകനായിരുന്നു. അങ്ങനെ ഒരു ഉൾവലിഞ്ഞ ജീവിതമായിട്ട് ഒരിക്കൽ പോലും തോന്നിയിട്ടില്ല. ഇടയ്ക്ക് എനിക്ക് തോന്നുന്ന സ്ഥലം വിൽക്കുന്ന കാലഘട്ടത്തിലാണെന്ന് തോന്നുന്നു. പറഞ്ഞ തീയതി ഞാൻ ഓർക്കുന്നില്ല, ബാധ്യതയുണ്ട്, അതുകൊണ്ട് സ്ഥലം വിൽക്കും എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, സ്ഥലം വിറ്റ് ഡാബാറടിക്കരുത്, നമുക്ക് എവിടെയെങ്കിലും കുറച്ച് കൃഷി സ്ഥലം മേടിച്ച് ഒതുങ്ങി കൂടാൻ, നീ നല്ല കൃഷിക്കാരനാണല്ലോ എന്ന് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നത്. പക്ഷേ പിന്നീട് വിളിച്ചിട്ടില്ല. എത്ര സ്ഥലം വിറ്റ് പോയിട്ട് ഏകദേശം? എനിക്ക് തോന്നുന്നു 2010-15 ഞാൻ ഇവിടുത്തെ മെമ്പറാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 16-17 എന്നാണ് ഞാൻ കരുതുന്നത്. മകനെ എങ്ങനെയും പരിചയം? മകനുമായിട്ട് എനിക്ക് പരിചയമില്ല. കുടുംബം മൊത്തത്തിൽ വളരെ സമാധാനമായിട്ട് പോകുന്ന ഒരു കാഴ്ചയുണ്ടായിരുന്നു. സുമ ഇവിടെ അത്യാവശ്യം അവിടെ അപ്പത്തിന് ഒരു കട, അവിടെ ഒരു ചെറിയ ഫാക്ടറി ഉണ്ട്, അവിടെ ജോലിക്ക് പോകുന്നു. വിജയനും അവിടെ പോകുന്നുണ്ടായിരുന്നു. വലിയ ഒരു ഉൾവലിഞ്ഞ ജീവിതമൊന്നും ആയിരുന്നില്ല ഒരിക്കൽ പോലും. വളരെ സജീവമായി ഇടപെട്ടുകൊണ്ടിരുന്ന ഒരാളായത്. പിന്നീട് അങ്ങനെ ഇങ്ങനെ മാറ്റം ഉണ്ടായി, മാറിപ്പോയി എന്നുള്ളത്
നമുക്ക് അതിശയമാണ് ഇങ്ങനെ കേൾക്കുമ്പോൾ. കുട്ടികളെ കുറിച്ചൊന്നും അറിയില്ലായിരുന്നു. കുട്ടികളുമായിട്ട് എനിക്കറിയില്ല. കൈക്ക് വിറയലുള്ള മകൾക്ക് ചികിത്സയ്ക്കൊപ്പം പ്രാർത്ഥനയും വേണമെന്ന സുമിയെ തെറ്റിദ്ധരിപ്പിച്ച കേസിലെ പ്രതിയായ നിതീഷ് ഇവിടെ കയറിക്കൂടിയതോടെയാണ് കുടുംബം നാട്ടുകാരുമായി സഹകരിക്കാതായത്. വിജയനെക്കുറിച്ചും കുടുംബത്തെക്കുറിച്ചും നാട്ടുകാർ പറയുന്നത് ഇങ്ങനെ. പരിചയം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് താമസത്തിന് ഇവിടെ വന്നതാണ്. അന്നേരം ഞങ്ങളിവിടെ ഈ വിജയൻ്റെ പപ്പയുടെ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലം മേടിച്ചത്. അന്നേരം ഞങ്ങൾ കട മേടിച്ചത് കുറച്ച് പൈസ കൊടുത്ത്. പിന്നെ ലാസ്റ്റ് ആ ചേട്ടൻ മരിച്ചപ്പോൾ 600 രൂപ കൊടുക്കാനുണ്ട് വിജയൻ്റെ എനിക്ക് കൊടുത്താൽ ഞങ്ങൾ പട്ടയത്തിന് വേണ്ടി എഴുതിയൊക്കെ ശരിയാക്കി മേടിച്ചത്. അന്നേരം അത് കഴിഞ്ഞിട്ടാണ് ഇവിടെ വിജയൻ്റെ കല്യാണമൊക്കെ കല്യാണം കഴിഞ്ഞിട്ട് പിന്നെ പുള്ളിക്കാരങ്ങനെ വേറെ പണിക്കൊന്നും പോകത്തില്ല. തൊഴിലുറപ്പിന് ഞങ്ങൾ കൂട്ടത്തൊക്കെ വരും. അന്നേരം ഇവിടെ പറമ്പിൽ പണിയുമ്പോഴൊക്കെ ഞങ്ങൾ ഇവിടെ വീട്ടിൽ ഇരുന്ന് അവരൊന്ന് പിന്നെ കാപ്പിയൊക്കെ മേടിച്ച് കുടിക്കും. അന്നേരം വിജയനൊക്കെ അങ്ങനെ ഒരു കുഴപ്പമില്ല. വിജയൻ എല്ലാ സ്ഥലത്തും പണിക്കും പോകും. സഹകരണം ഒരു കുടിയോ വലിയോ പിന്നെ ആവശ്യമില്ലാത്ത കൂട്ടുകെട്ടോ ഒന്നുമില്ല. പാവം ചെറുക്കനാണ്. എല്ലാവർക്കും നല്ല മര്യാദയുള്ള ചെറുക്കനാണ് വിജയൻ. നേര് കള്ളം പറയുന്നത് ഒരു കള്ളമല്ല. നാട്ടുകാർക്കൊക്കെ അറിയാൻ പാവപ്പെട്ട ചെറുക്കനാണ്. മകനാണ് പരിചയം ഉണ്ടായിരുന്നോ? മകൻ എനിക്ക് നല്ല പരിചയമില്ല. അവൻ ഇങ്ങനെ സ്കൂളിൽ പോകുമ്പോൾ കണ്ടു പരിചയമുള്ളതേ ഉള്ളൂ. നല്ല കാര്യം. അപ്പോൾ ഈ ഏരിയ മൊത്തം അവരുടെ ആയിരുന്നു. അപ്പം കാറിന് ലോഡിങ് ആയിരുന്നു. പുള്ളി ഇത്തിരി വെള്ളം അടിക്കും. പിന്നെ വെളുക്കോളം ചീട്ട് കളിയാണ് ഇവിടെ ഇരിക്കും. ഈ ഏരിയ എന്ന് പറയുമ്പോൾ ഈ പുള്ളി മരിച്ചതിന് ശേഷം കുറച്ച് സ്ഥലങ്ങൾ കൊടുത്തു. അങ്ങനെ കൊടുത്തിട്ട് പിന്നെ ബാക്കിയാണ് മൊത്തം കൊടുത്തിട്ട് പോകുന്നത്. ആർക്കൊന്നും അറിയത്തില്ല. വേണ്ട രാത്രിക്ക് പാരാത്രിക്ക് ഏതാണ്ട് ഫാനെല്ലാം പറക്കി കയറ്റിക്കൊണ്ട് പോയത്. അന്ധവിശ്വാസം കൂടുതലായതാണ് ഇത്തരത്തിൽ ദുരവസ്ഥയ്ക്ക് കാരണമെന്ന് അയൽവാസികൾ പറയുന്നു. അന്നേരം ഒരു ദിവസം ഒരു പ്രാവശ്യം ഇവിടെ വന്നിട്ട് സുമേടി പറഞ്ഞു, നിങ്ങളുടെ വീട്ടിൽ കൂടാത്തൊരെണ്ണം ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് തീർത്തില്ലെന്നുണ്ടെങ്കിൽ അത് വലിയ ദോഷം ചെയ്യുമെന്ന് പറഞ്ഞു. അന്നേരം പറഞ്ഞു പുള്ളിക്കാരിക്ക് പേടിയായി. അന്നേരം പുള്ളിക്കാരി അതിമുഖാന്തരം അങ്ങോട്ട് പോയതാണ്. ഇല്ല, വിറ്റുപോയല്ല. ഇവര് പറഞ്ഞതുപോലെ അതിൻ്റെ പരിപാടിക്ക് അങ്ങ് തുടങ്ങി പുറത്തിൻ്റെ. അന്നേരം ഒരു പ്രാവശ്യം ഞങ്ങൾ പിന്നെ ഞാനും എൻ്റെ അനിയത്തിൻ്റെ മരിച്ചുപോയി. ഞാനും അനിയത്തിയും കൂടി ഈ തൊഴുത്തിൻ്റെ പുറവശത്ത് കാപ്പി കണ്ടു. ഞങ്ങൾ ഈ കൊഴിഞ്ഞിടക്കുന്ന കാപ്പിക്കുരു വറക്കാനായിട്ട് വന്നപ്പം ഈ കൂടത്തരം ചെയ്തതിൻ്റെ എന്തൊക്കെ കൊണ്ടുവന്ന് അതിൻ്റെ പുറവശത്ത് ഇട്ടേക്കുക. ഈ വീടിനോട് ചേർന്നുള്ള തൊഴുത്തിലാണ് നവജാത ശിശുവിനെ കൊലപ്പെടുത്തി മറവ് ചെയ്തെന്ന വിവരം അറിഞ്ഞതിന്റെ ഞെട്ടലിലാണ് നാട്ടുകാർ. കാരണം പെൺകുട്ടി ഗർഭിണിയായതും കുഞ്ഞു ജനിച്ചതുമൊന്നും ഇവരിൽ കൂടുതൽ പേർക്കും ഇതുവരെ അറിവില്ലായിരുന്നു. കുഞ്ഞു ജനിച്ച വിവരം ചിലരൊക്കെ അറിഞ്ഞു വന്നപ്പോഴേക്കും ഇവർ വീട് വിറ്റ് കാഞ്ചാറിലേക്ക് മാറി. ഈ വീട്ടിൽ ഇപ്പോൾ വാടകയ്ക്ക് താമസിക്കുന്നവരും കൊലപാതകമറിഞ്ഞ് ഇവിടെ നിന്നും മാറി താമസിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. കട്ടപ്പനയിലെ ഇരട്ടക്കൊലപാതകവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ കാഞ്ചിയാർ കക്കാട്ടുകടയിലെ വീട്ടിൽ നിന്ന് വിജയന്റെ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തി. മൃതദേഹം കുഴിച്ചിട്ടിരുന്നത് വീടിനുള്ളിൽ 5 അടിയിലേറെ ആഴത്തിൽ. കാർഡ്ബോർഡ് പെട്ടിക്കുള്ളിൽ ഒടിച്ചു മടക്കിയ നിലയിലായിരുന്നു മൃതദേഹം. കട്ടപ്പനയിലെ ഇരട്ടക്കൊലപാതകത്തിൽ നവജാത ശിശുവിനെ കൊലപ്പെടുത്തി കുഴിച്ചിട്ട കട്ടപ്പന സാഗര ജംഗ്ഷനിലെ വീട്ടിലെ തൊഴുത്ത് പൊളിച്ച പോലീസ് തിരച്ചിൽ നടത്തി. നവജാത ശിശുവിന്റെ മൃതദേഹത്തിന്റേതെന്ന് സംശയിക്കുന്ന അവശിഷ്ടം ഫോറൻസിക് പരിശോധനയ്ക്കായി ശേഖരിച്ചു. റോഡ് നവീകരണത്തിനായി ഏലപ്പാറ ഹെലിബറിയയിൽ നടക്കുന്ന ജനകീയ സമരം 9 ദിവസം പിന്നിട്ടു. തിങ്കളാഴ്ച ഡെപ്യൂട്ടി കളക്ടറുടെ നേതൃത്വത്തിൽ പീരുമേട്ടിൽ വെച്ച് നടക്കുന്ന ചർച്ചയിൽ പരിഹാരമുണ്ടാകുമെന്ന വിശ്വാസത്തിൽ സമരസമിതിയും നാട്ടുകാരും. കലാലയ കൊലപാതക രാഷ്ട്രീയത്തിനെതിരെ BJP ഏലപ്പാറ മണ്ഡലം കമ്മിറ്റി ഏലപ്പാറയിൽ സംഘടിപ്പിച്ച ജനകീയ കൂട്ടായ്മ മുൻ MLA PC ജോർജ് ഉദ്ഘാടനം ചെയ്തു. അടുത്ത 2 വർഷത്തിനുള്ളിൽ കോൺഗ്രസുകാരെ മുഴുവൻ BJPക്കാർ ചുമക്കേണ്ടി വരുമെന്ന PC ജോർജ്. LDFും കോൺഗ്രസും ഒരേ നാണയത്തിന്റെ 2 വശങ്ങളല്ല, ഒരേ വശങ്ങളാണെന്നും വിമർശനം. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിനോട് പൂർണ്ണമാകുന്നു. നമസ്കാരം.